ഓം ചണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ സാമ്പൻ്റെ വിവാഹ സന്ദർഭമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നത്. സർവ്വലോകങ്ങളുടെയും അധിഷ്ഠാന ദേവതകൾ അദ്ദേഹത്തിന് സേവനമർപ്പിക്കുന്നതിൽ സദാ നിരതരാണ്. കൃഷ്ണൻ്റെ പാദപത്മങ്ങളിലെ രേണുക്കൾ സ്വന്തം കിരീടത്തിൽ അണിയുന്നത് മഹാഭാഗ്യമായിട്ടാണ് അവരൊക്കെ കരുതുന്നത്. ബ്രഹ്മദേവൻ, ശിവൻ, എന്തിനേറെ സൗഭാഗ്യദേവതയും ഞാനും പോലും അദ്ദേഹത്തിൻ്റെ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ അംശങ്ങൾ മാത്രമാണ്. എന്നിട്ടും രാജചിഹ്നങ്ങൾ ഉപയോഗിക്കാനോ രാജസിംഹാസനത്തിലിരിക്കാനോ അദ്ദേഹം യോഗ്യനല്ലെന്ന് നിങ്ങൾ കരുതുന്നു. കഷ്ടം! യദുവംശത്തിലെ ഞങ്ങളെ കേവലം ചെരുപ്പുകളായും തങ്ങളെ സ്വയം കിരീടങ്ങളായിട്ടും കണക്കാക്കുന്ന ഈ വിഡ്ഢികളുടെ നില എത്ര പരിതാപകരമാണ് എന്ന് ബലരാമൻ വെളിപ്പെടുത്തി. ഈ കുരുവംശത്തിൽപ്പെട്ടവരെല്ലാം തന്നെ ഭൗതിക സമ്പത്തിലും ഐശ്വര്യത്തിലും മതം പൂണ്ടിരിക്കുന്ന അഹങ്കാരികളാണ്. ഇവരുടെ അഹങ്കാരം ഇപ്പോൾ തന്നെ തീർത്തു കൊടുക്കുന്നുണ്ട്. അത് സ്പഷ്ടമാക്കിയിരിക്കുന്നു. അഹങ്കാരികളാണെന്നും ഇല്ലെങ്കിൽ അതിൻ്റെ മതമാണ് ദുര്യോധനാദികൾക്കും എന്നും സ്പഷ്ടമാക്കിയിരിക്കുന്നു. അവരുടെ പ്രസ്താവങ്ങൾ ഓരോന്നും ഭ്രാന്തമായ നിർദ്ദേശങ്ങൾ നിറഞ്ഞതാണ്. ഈ നിമിഷം തന്നെ നാം അവരെ ശിക്ഷിച്ച് നേർവഴിക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയായിരിക്കും. അത് അനുചിതവുമാണ്. അതിനാൽ ഇവരുടെ അഹങ്കാരം തീർത്ത് ഈ ദിവസം കൊണ്ട് തന്നെ ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ കുരുവംശത്തെ ഈ ലോകത്തു നിന്നും ഞാൻ തുടച്ചു മാറ്റുന്നുണ്ട് എന്ന് ബലരാമൻ നിശ്ചയിച്ചു. അവരെ ഒന്നടങ്കം ഞാൻ നശിപ്പിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഭസ്മീകരിക്കാനുള്ള രോഷം ആ മുഖത്ത് സ്പഷ്ടമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിവർന്നു നിന്ന് കലപ്പ കൊണ്ട് ഭൂമിയിൽ പ്രഹരിക്കാൻ തുടങ്ങി. ഇപ്രകാരം ഹസ്തിനാപുരം മുഴുവൻ ഭൂമിയിൽ നിന്നും വേർപെടുത്തി. തുടർന്ന് നഗരത്തെ ഗംഗാപ്രഭാഗത്തിൻ്റെ സമീപത്തേക്ക് വലിച്ചു നീക്കി. ഇതിൻ്റെ ഫലമായിട്ട് ഹസ്തിനാപുരം ആകെ ഭൂകമ്പത്താൽ എന്ന പോലെ കിടുങ്ങിത്തുടങ്ങി. നിമിഷത്തിനുള്ളിൽ ഹസ്തിനാപുരം നിലംപരിശാകുമെന്ന സ്ഥിതിയായി. തങ്ങളുടെ നഗരം ഗംഗയിൽ പതിക്കാൻ പോകുന്നത് കാണുകയും അത്യന്തം ഭയാകുലരായിരിക്കുന്ന പൗരജനങ്ങൾ മുറവിളി കൂട്ടുന്നത് കേൾക്കുകയും ചെയ്തപ്പോൾ കുരുവംശത്തിലുള്ളവർക്ക് ബോധിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന്. അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. ഒരു നിമിഷം കാത്തു നിൽക്കാതെ അവർ പുത്രി ലക്ഷ്മണയെ അവിടെ നിന്നും കൊണ്ടുവന്നു. അവളെ ബലാത്കാരമായിട്ട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സാമ്പനെയും മുക്തനാക്കി അവിടെ എത്തിച്ചു. മുമ്പിൽ സാമ്പൻ, തൊട്ടുപുറകിൽ ലക്ഷ്മണ. കുരുവംശത്തിൽ ഒന്നടങ്കം ബദ്ധാഞ്ജലികളോടെ ഭഗവാൻ ബലരാമന്റെ മുമ്പിലെത്തി. ആ പരമപുരുഷനോട് മാപ്പപേക്ഷിച്ചു. ബോധം തെളിഞ്ഞ അവർ പറഞ്ഞു, ഭഗവാനെ, സർവസുഖങ്ങളുടെയും സംഭരണിയാണ് അവിടുന്ന്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രക്ഷകനും താങ്ങും അങ്ങാണ്. നിർഭാഗ്യവശാൽ അങ്ങയുടെ ഭാവനാതീതമായിരിക്കുന്ന കഴിവുകളെ ഞങ്ങൾ അറിഞ്ഞില്ല. ഭഗവാനെ, ഞങ്ങളെ തികഞ്ഞ വിഡ്ഢികളെന്ന് കരുതിയാലും ഞങ്ങളുടെ ബുദ്ധിക്ക് അന്താളിപ്പ് പറ്റി. അത് ശരിയായ വിധത്തിലായിരുന്നില്ല. ആ അബദ്ധത്തിന് മാപ്പ് ചോദിക്കാനാണ് ഞങ്ങൾ തിരുമുമ്പിലെത്തിയിരിക്കുന്നത്. ഇപ്രകാരമാണ് എത്ര ഭക്തി ഉണ്ടായാലും ഇല്ലെങ്കിൽ ഭഗവാനെ നേരിട്ട് കണ്ടാൽ പോലും ഭഗവാന്റെ മഹിമ സാധാരണക്കാർക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ്. ഇവിടെ ബലരാമനെയും ശ്രീകൃഷ്ണനെയും കുരുവംശത്തിലുള്ളവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ അഹങ്കാരം നിമിത്തം സാധാരണഗതിയിൽ ഇവർ ആദ്യം തന്നെ ബലരാമനെയും ശ്രീകൃഷ്ണനെയൊക്കെ അംഗീകരിച്ച് ദൈവമായിട്ട് അംഗീകരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിൽ സാധാരണ ഒരു മനുഷ്യരല്ല ഇവരുടെ ജന്മം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക. അപ്പം ഭക്തിഭാവം ഇവരുടെ ബഹുമാനം ഉണ്ടെങ്കിൽ പോലും ഭക്തിയുടെ അന്ധകരണ ശുദ്ധിയും വിവേകവും ഒരു ഘട്ടത്തിൽ ഉണ്ടായി ജ്ഞാനം ലഭിക്കുന്നവർക്ക് പോലും ചിലപ്പം അത് അന്താളിപ്പ് ബാധിച്ചാൽ ഈ അവസ്ഥയൊക്കെ മറികടന്ന് ഭൗതിക തലത്തിലേക്ക് വരും. അപ്പോഴാണ് ഈ പറയുന്ന അഹങ്കാരവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക.
അതുകൊണ്ട് ഇവിടെ സർവ്വസുഖങ്ങളുടെയും സംഭരണിയാണ് അവിടുന്ന്. പിന്നെ ബലരാമൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കലപ്പ ഉപയോഗിച്ചുകൊണ്ട് ഹസ്തിനാപുരത്തെ ഒന്നാക്കി ആദ്യം ഭൂമി കുലുങ്ങുന്ന പോലെ ഒരു അവസ്ഥയുണ്ടാക്കി, എന്നിട്ടത് വലിച്ച് ഗംഗാനദിയിൽ ഒഴുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഹസ്തിനാപുരത്തിന്, കൊട്ടാരത്തിന് അടക്കം ആ രാജ്യത്തിന് തന്നെ മൊത്തം ഒരു ചെരുവ് വന്ന് കാണിക്കുകയാണ്. ഇന്നും പോയാൽ ആ പ്രദേശം ചെരിഞ്ഞാണ്, ഗംഗയിലേക്ക് ചെരിഞ്ഞായിട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി, ഇല്ലെങ്കിൽ ഹസ്തിനാപുരം ആകെ കിടുങ്ങി വിറച്ചപ്പോഴാണ് കുരുവംശത്തിലുള്ള എല്ലാവർക്കും ദുര്യോധന അടക്കം ബോധമുണ്ടായത്. അവരെല്ലാവരും ലക്ഷ്മണയെയും കൂട്ടി, ബന്ധനത്തിലിരുന്ന ആ സാമ്പനെയും കൂട്ടിക്കൊണ്ടുവന്നു. അവളെ ബലാത്കാരമായിട്ട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സാമ്പനെയും അവിടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെത്തിച്ചു. മുമ്പിൽ സാമ്പൻ, തൊട്ടുപിറകിൽ ലക്ഷ്മണ, കുരുവംശജർ ഒന്നടങ്കം ബദ്ധാഞ്ജലിയോടുകൂടി ഭഗവാൻ ബലരാമൻ്റെ മുമ്പിൽ അഞ്ജലിബദ്ധരായിട്ട് മാപ്പപേക്ഷിച്ചു. പരമപുരുഷനോട് മാപ്പപേക്ഷിച്ചു. ബോധം തെളിഞ്ഞ അവർ പറഞ്ഞു, ഭഗവാനെ, സർവ്വസുഖങ്ങളുടെയും സംഭരണിയാണ് അവിടുന്ന്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രക്ഷകനും താങ്ങും അങ്ങാണ്. നിർഭാഗ്യവശാൽ അങ്ങയുടെ ഭാവനാതീതമായ കഴിവുകളെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല. അഥവാ എന്താണ് കാരണം എന്ന് കൂടെ പറയുക. ഭഗവാനെ, ഞങ്ങളെ തികച്ച് വിഡ്ഢികളെന്ന് കരുതിയാലും ഞങ്ങളുടെ ബുദ്ധിക്ക് അന്താളിപ്പ് പറ്റി. അപ്പോൾ എത്ര ഭക്തി ഉണ്ടായിരുന്നാൽ ഒരു നിമിഷത്തേക്കാണെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിപൂർവം വന്നാൽ ഈ അച്ഛന്തയുടെ പ്രതീകാത്മകമായിട്ട് ഓരോരുത്തരും മാറുന്നർത്ഥം. അത് ശരിയായ വിധത്തിലായിരുന്നില്ല. അതായത് ബുദ്ധി ശരിക്കും അന്താളിപ്പ് പറ്റിയാൽ ശരിയായ വിധത്തിലാകില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ബോധം കൊണ്ട് നഷ്ടപ്പെടാം. ഈ അബദ്ധത്തിന് മാപ്പ് ചോദിക്കാനാണ് ഞങ്ങൾ തിരുമുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളോട് പൊറുക്കണമേ. ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതിലയം ത്തിനുടമയായിരിക്കുന്ന അങ്ങയെ, അഥവാ സംഖ്യാരമൂർത്തിയും 3 അവസ്ഥാത്രയങ്ങളും അങ്ങ് തന്നെയാണ് ചെയ്യുന്നത്. ആദിമ പുരുഷനാണ് അങ്ങ്. അങ്ങയുടെ നില അതീന്ദ്രിയമാണ്. സർവശക്തനായിരിക്കുന്ന ഭഗവാനെ മഹർഷിമാരെല്ലാം സദാ അങ്ങയെ കുറിച്ചാണ് പറയുന്നത്, കീർത്തിക്കുന്നത്. അങ്ങ് സാക്ഷാൽ പാവകളിക്കാരനാണ്. ഈ ലോകത്തിലുള്ള സകലതും അങ്ങയുടെ കളിപ്പാട്ടമാണെന്നും അറിയാം. അപ്രമേയമായിട്ടുള്ളവനെ, എല്ലാറ്റിൻ്റെയും മേൽ അവിടത്തേക്ക് നിയന്ത്രണമുണ്ട്. ഈ ലോകങ്ങളെ മുഴുവനും കേവലം ഒരു കുട്ടികളെ പോലെ അങ്ങ് ശിരസിലേറ്റുന്നു. പ്രളയകാലത്ത് ഈ പ്രപഞ്ച പ്രത്യക്ഷത്തെ മുഴുവനും അങ്ങ് ഉള്ളിലൊതുക്കുന്നു. അപ്പോൾ ഒന്നും ബാക്കി ഉണ്ടാകില്ല. അവിടുന്ന് മാത്രം മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ കാരണോധിതിയിൽ ശയിക്കുന്നുമുണ്ടാകും. പ്രിയപ്പെട്ട ഭഗവാനെ, ഈ പ്രപഞ്ചസ്ഥിതിയുടെ രക്ഷയ്ക്കായിട്ടാണ് അതീന്ദ്രിയ ശക്തിയോടെ അവിടുന്ന് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. എല്ലാത്തരം കോപത്തിനും അസൂയയ്ക്കും ശത്രുക്കൾക്കും അതീതനാണ് അവിടുന്ന്. അങ്ങ് ചെയ്യുന്നതൊക്കെ ശിക്ഷാ രീതിയിലുള്ളതുപോലും ഭൗതിക അസ്തിത്വത്തിന് മുഴുവൻ മംഗളകരമാണ്. ഞങ്ങൾ അങ്ങേ സാധനം പ്രണമിക്കുന്നു. കാരണം നാശരഹിതമായിരിക്കുന്ന പരമപുരുഷനാണ് അങ്ങ്. സർവവിധമായ ഐശ്വര്യത്തിൻ്റെയും കഴിവുകളുടെയും സംഭരണി അങ്ങ് മാത്രമാണ്. എണ്ണമറ്റ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ സൃഷ്ടാവ് ഉള്ളവനെ ഞങ്ങൾ സാഷ്ടാംഗം വീണ്ടും വീണ്ടും പ്രണമിക്കട്ടെ. ഞങ്ങൾ പൂർണ്ണമായിട്ടും കീഴടങ്ങി അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങളിൽ കരുണ കാണിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഇങ്ങനെ ഭീഷ്മ പിതാമഹൻ മുതൽ അർജുനും ദുര്യോധനും വരെയുള്ള കുരുവംശ പ്രമാണികൾ മുഴുവനും സാധനം പ്രാർത്ഥിച്ചപ്പോൾ പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ ബലരാമൻ പെട്ടെന്ന് ശാന്തനും ലോലഹൃദയനുമായി തീർന്നു. അവർക്ക് അഭയം നൽകി. ഭയപ്പെടുകയോ വിഷമിക്കുകയോ വേണ്ടെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ഈ ചില കാര്യങ്ങളൊക്കെ അനുഭവിച്ചാലേ നമ്മൾ പഠിക്കുള്ളൂ എന്നുള്ളതും ഇതിൽ നിന്നും മനസ്സിലാക്കാം. ആദ്യം തന്നെ കുരുവംശമായിട്ട് യുദ്ധമൊന്നും വേണ്ട, ഉഗ്രസേന മഹാരാജാവ് സൈന്യത്തിനെ ദ്വാരകയിൽ നിന്ന് അയക്കാനും അവരോട് എതിരിടാനും യുദ്ധം പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടാണ് കുരുവംശ അല്ലെങ്കിൽ യദുവംശ സഭയിൽ പ്രഖ്യാപിച്ചത്. പക്ഷെ ബലരാമനാണ് അവരുമായിട്ട് യുദ്ധമൊന്നും വേണ്ട, നമ്മുടെ ബന്ധുക്കളല്ലേ, ഞാനത് രമ്യമായിട്ട് പരിഹരിക്കാം എന്ന നിർദ്ദേശം വച്ച് ആണ് ബലരാമൻ സ്വയം ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവരുടെ പെരുമാറ്റവും വാക്കുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ബലരാമന് ഇവരെ നശിപ്പിക്കണമെന്ന് വരെ തോന്നി. ശിക്ഷ കൊടുത്തേ മതിയാകും, അഹങ്കാരം ഇല്ലാതാക്കണം. കാരണം ആ രീതിയിലൊക്കെയാണ് ദുര്യോധനനൊക്കെ സംസാരിച്ചത്. ശ്രീകൃഷ്ണൻ്റെ പുത്രനെ ഇവർ ബന്ധിയാക്കുകയും കൂടെ ചെയ്തു. എന്നിട്ടും
രമ്യതയിൽ പരിഹരിക്കാൻ വേണ്ടി വന്നിട്ടും അവനെ തൻ്റെ യദുവംശത്തെ മുഴുവൻ ഇല്ലേ, ഉഗ്രസേന രാജാവിനെ കുരുവംശത്തിൻ്റെ ഒരു എന്താ പറയുന്നത് സാമന്ത രാജാവിനെ പോലെയാണ് കുരുവംശം കരുതിയതും. ബലരാമൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ വിഡ്ഢിത്തം സംസാരിക്കാൻ കൂടെ ചെയ്തു. അപ്പം ബലരാമൻ ആകെ ദേഷ്യം വന്നു. അപ്പം അതിനുള്ള ശിക്ഷ കൊടുത്തു. അനുഭവസ്ഥനായപ്പം നമ്മൾ ചെയ്ത് മണ്ടത്തരമാണെന്ന് തോന്നി. പിന്നെ യഥാർത്ഥത്തിൽ ബലരാമൻ ആരാണെന്ന് ബോധ്യം വന്നു. നിമിഷ നേരം കൊണ്ട് ഹസ്തിനപുരത്തെ മുഴുവൻ കിട്ടുകിട്ടാ വിറപ്പിച്ചു. അതിനെ വലിച്ചടിച്ച് കലപ്പ കൊണ്ട് വലിച്ചടിച്ച് ഗംഗാനദിയിൽ ഒഴുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്കെല്ലാവർക്കും ബോധമുണ്ടായത്. അപ്പോൾ തിരിച്ച് ബലരാമൻ്റെ അടുത്ത് വന്ന് മാപ്പപേക്ഷിച്ചു. അവിടെ രമ്യതയിൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് വിവാഹത്തിൻ്റെ ചടങ്ങുകൾക്ക് മുമ്പ് വധുവിൻ്റെയും വരൻ്റെയും സംഘങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഘടനം ഉണ്ടാക്കുക എന്നത് മിക്ക ക്ഷത്രിയ രാജാക്കന്മാരുടെ ഇടയിൽ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. സാമ്പൻ ലക്ഷ്മണയെ ബലമായിട്ട് തട്ടിക്കൊണ്ടു പോയപ്പോൾ അവൾക്ക് ഏറ്റവും യോജിച്ച ഭർത്താവാണ് അയാൾ എന്ന് കുരുവംശത്തിലെ മുതിർന്ന ആളുകൾ കണക്കാക്കുകയും ചെയ്തു, അവരുടെ മനസ്സിൽ തോന്നുകയും ചെയ്തു. എന്നിരുന്നാലും അവൻ്റെ വ്യക്തിഗതമായിട്ടുള്ള ശക്തി മനസ്സിലാക്കാൻ വേണ്ടി അവർ അവനുമായിട്ട് ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ഒരു വക തത്വത്തെയും മാനിക്കാതെ അവർ അവനെ ബന്ധി ആക്കുകയും ചെയ്തു. കുരുക്കളുടെ തടങ്കലിൽ നിന്ന് സാമ്പനെ മോചിപ്പിക്കാൻ യദുക്കൾ തീരുമാനിച്ചപ്പോൾ കാര്യം ഒതുക്കി തീർത്താൻ ഭഗവാൻ ബലരാമൻ വ്യക്തിപരമായിട്ട് ഇടപെട്ടു. ഒരു ശക്തനായിരിക്കുന്ന ക്ഷത്രിയൻ എന്ന നിലയിൽ അദ്ദേഹം ഉടനെ സാമ്പനെ മോചിപ്പിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ഇതിൽ അത്യന്തം ബാഹ്യമായിട്ട് അധിക്ഷേപിതരായിരിക്കുന്ന കൗരവർ ഭഗവാൻ ബലരാമൻ്റെ അധികാരത്തെയും ശക്തിയെയും വെല്ലുവിളിച്ചു. അവർ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ ശക്തി പ്രകടനം കാണാൻ മാത്രമായിരുന്നു എന്നും കണക്കാക്കാം. അതിനാൽ തികഞ്ഞ സന്തോഷത്തോടെ അവർ പുത്രിയെ സാമ്പന് നൽകുകയുണ്ടായി. അങ്ങനെ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ടു. പുത്രിയെ ലക്ഷ്മണയോട് ഉള്ള അതിയായ വാത്സല്യം മൂലം ദുര്യോധനൻ സാമ്പനുമായിട്ടുള്ള വിവാഹം ഗംഭീരമായ രീതിയിൽ ആഘോഷിച്ചു. 60 വയസ്സ് വീതം പ്രായമുള്ള 1200 ആനയാണ് ശ്രീധനമായിട്ട് ആദ്യം തന്നെ നൽകിയത്. തുടർന്ന് എണ്ണം പറഞ്ഞ 10,000 കുതിരകൾ, സൂര്യനെ പോലെ തിളങ്ങുന്ന 6000 രഥങ്ങൾ, സ്വർണ്ണാഭരണ വിഭൂഷിതമായിരിക്കുന്ന 1000 തോഴിമാർ എന്നിവയും യദുവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം എന്ന നിലയിൽ ഭഗവാൻ ബലരാമനാണ് വരനായിരിക്കുന്ന സാമ്പൻ്റെ രക്ഷകർത്താവായിട്ട് വർത്തിച്ചതും സസന്തോഷം സ്ത്രീധനം സ്വീകരിച്ചതും. കുരുക്കൾ നൽകിയ ഗംഭീരമായ സ്വീകരണത്തോടെ സന്തുഷ്ടനായിരിക്കുന്ന ബലരാമൻ നവവധൂ വരന്മാരുമൊത്ത് സ്വന്തം തലസ്ഥാന നഗരിയായിരിക്കുന്ന ദ്വാരകാപുരിയിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഭഗവാൻ ബലരാമൻ വിജയശ്രീ ലാളിതനായി ദ്വാരകയിലെത്തി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അന്നത്തെ കാലത്തും ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ ജീവിച്ചിരിക്കുന്ന ഈശ്വരൻ തന്നെ അവതരിച്ചു വന്ന അവരുടെ അവതാര കാലത്ത് പോലും ഇത്തരത്തിൽ വിവാഹങ്ങൾ സംഘടനകളിലൊക്കെ ക്ഷത്രിയന്മാരുടെ ഇടയിൽ നടന്നെങ്കിലും അത് രമ്യതയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ജീവനോപാധികളും ശ്രീധനമായിട്ട് കൊടുത്തിരുന്നു എന്നർത്ഥം. അപ്പോൾ അന്ന് മുതലും തുടങ്ങിയിരിക്കുന്ന ഒരു സംസ്കാരമാണ് സ്ത്രീകളെ വിവാഹം, അല്ലെങ്കിൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ശ്രീധനം എന്ന സങ്കല്പത്തിൽ ദാനം കൊടുക്കുക എന്നുള്ളതൊക്കെ. അത് അന്നത്തെ കാലത്ത് നടന്നിരുന്നു. ഇന്നും എത്രയൊക്കെ നിയമം വന്നാലും ഇന്നും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഈ ശ്രീധനത്തിൻ്റെ സംസ്കാരം ഇല്ലാതെയാക്കാനും പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല. എത്ര നിരോധന നിയമം വന്നിട്ടും ഇന്ന് ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് ഭഗവാന്റെ കാലത്ത് തൊട്ട് തന്നെ ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളിൽ ചില സംസ്കാരങ്ങൾ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് അന്നും നടന്നിരുന്നു. ഇന്നും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നടക്കുന്നുണ്ടെന്നർത്ഥം. ചില കാര്യങ്ങളുടെ ഈശ്വരൻ്റെ വ്യവസ്ഥിതിയെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാൻ സാധ്യമല്ല. അത് ഭൗതികമായ തലത്തിലും ആത്മീയ തലത്തിലും മാത്രം. അപ്പോൾ ഭഗവാൻ ബലരാമൻ വിജയശ്രീ ലാളിതനായി ദ്വാരകയിൽ തിരിച്ചെത്തിയതറിഞ്ഞ് അദ്ദേഹം തൻ്റെ ഭക്തരും സുഹൃത്തുക്കളായിരിക്കുന്ന അനേകം പൗരന്മാരാൽ അവിടെ ഗംഭീരമായിട്ട് സ്വീകരിക്കപ്പെട്ടു. അവരെല്ലാവരും സമ്മേളിച്ചപ്പോൾ ബലരാമൻ വിവാഹത്തിൻ്റെ കഥ വിശദീകരിച്ചു. ബലരാമൻ ഹസ്തനപുരിയെ വിറപ്പിച്ച കഥ കേട്ട് അവർ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ ന്യൂദില്ലി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഹസ്തിനാപുരി എന്നും അതിലെ ഒഴുകുന്ന നദി യമുനാ നദി ആണെന്നും സുഖദേവ ഗോസ്വാമിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അന്ന് അതിനെ ഗംഗ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്.
ഗംഗയും യമുനയും വിഭിന്ന ദിശയിലേക്ക് പ്രവഹിക്കുന്ന ഒരേ നദി തന്നെയാണെന്ന് ജീവഗോസ്വാമി ഉൾപ്പെടെയുള്ള പ്രാമാണികമായിട്ടുള്ളവരുടെ അല്ലെങ്കിൽ മഹാത്മാക്കളുടെ വാക്കുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഹസ്തിനപുരിയുടെ വൃന്ദാവനത്തിലേക്ക് ഒഴുകുന്ന ശാഖ യമുന എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം അത് ഭഗവാൻ കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലാവിലാസങ്ങളാൽ പരിപൂരിതമാണ്. യമുനയിലേക്ക് ചരിഞ്ഞു കിടക്കുന്ന ഹസ്തിനാപുരത്തിൻ്റെ മേഖല മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിൽ പോകുന്നത് ഹസ്തിനാപുരത്തെ ഗംഗയിൽ ആഴ്ത്തിക്കളയുമെന്ന് ഭഗവാൻ ബലരാമൻ്റെ ഭീഷണിയാണ് ഇന്നും ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അവിടെ ഇന്നത്തെ കാലത്തും ഈ ഹസ്തിനാപുരം ദില്ലി, അതായത് ഈ ഇന്നത്തെ ന്യൂഡൽഹിയോട് അറിയപ്പെടുന്ന ആ പ്രദേശം തന്നെയാണ് ഹസ്തിനാപുരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ നദിയാണ് ഗംഗാനദി എന്ന പേരിൽ തന്നെ അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന ആ നദി തന്നെയാണ് യമുനാ നദി എന്നും. അതുകൊണ്ട് ഹസ്തിനാപുര പ്രദേശം ഇന്നും ചെരിഞ്ഞു കിടക്കുന്നത് സാധാരണഗതിയിൽ മഴക്കാലത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ വെള്ളം പൊങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ മേഖല മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെ ഹസ്തിനാപുരത്തെ ഗംഗയിൽ ആഴ്ത്തിക്കളയുമെന്ന ബലരാമൻ്റെ ഭീഷണിയാണ് അത് ഇന്നും ഓർമ്മിപ്പിക്കുന്ന പറഞ്ഞാൽ. അവിടെ വെള്ളപ്പൊക്കം ഇന്ത്യയിലുണ്ടാകും. യമുനാ നദിയിൽ സ്വല്പം വെള്ളം കവിഞ്ഞു കഴിഞ്ഞാൽ ഹസ്തിനാപുരത്തിൻ്റെ പ്രദേശം, ഇന്ന് അറിയപ്പെടുന്ന പ്രദേശം മുങ്ങിപ്പോകുന്നതാണ് പറയുന്നത്. അപ്പം അത് ഈ ബലരാമൻ്റെ കലപ്പ പ്രയോഗത്തിൻ്റെ ഫലവും ഇന്നും അവിടെ ഉള്ള പ്രദേശവാസികൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തന്നെ അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഏത് തലത്തിലുള്ളവരായാലും വേണ്ടില്ല, ഭഗവാനോടൊപ്പം ഇല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ ഈ ഭാഗം, ഭഗവാന്റെ ശക്തിയും ഇല്ലെങ്കിൽ ആ ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്ത് ഭഗവാനെ നേരിട്ട് കണ്ടവർക്ക് പോലും ചില സമയത്ത് ഈ ബുദ്ധിയിൽ അന്ധാളിപ്പ് വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഭക്തിയുടെ പ്രഭാവം കൊണ്ട് ശ്രേഷ്ഠതയിലെത്തിയവർക്ക് പോലും, ഭഗവാനോടൊപ്പം നിൽക്കുന്നവർക്ക് പോലും ചില സമയത്ത് ഈ ബുദ്ധിപൂർവം പോലെ ഭൗതിക തലത്തിലേക്ക് ബുദ്ധിക്ക് ഉണ്ടാകുന്ന വ്യാപനം ഉണ്ടായാൽ അവിടെ ബുദ്ധിയിൽ അന്താളിപ്പുണ്ടാകും. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം മറഞ്ഞ്, ആത്മബോധം മറഞ്ഞിട്ട് പ്രവർത്തിക്കാൻ ഇടവരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ശ്രീകൃഷ്ണലീലയിൽ നമുക്ക് കാണാനുള്ളതൊക്കെ. അത് ബലരാമ ഇടപെട്ട സംഭവങ്ങളായാലും ശ്രീകൃഷ്ണ ഇടപെട്ട സംഭവങ്ങളാണെങ്കിലും ഈ ഭൗതിക തലത്തിൽ നമ്മൾ ഭക്തിയുടെ പ്രഭാവത്തിൽ ജീവിക്കുന്നവർക്ക് പോലും ആത്മീയമായ ഉണർവുണ്ടായാലും, എത്രയൊക്കെ ഇത്തരത്തിൽ ഭാഗവതോ നാരായണിയോ ഗീതയൊക്കെ വായിച്ചിട്ട് ഉണർവുണ്ടായാലും വേണ്ടില്ല, ഏതെങ്കിലും സമയത്ത് നമുക്ക് ഭൗതികമായ തലത്തിൽ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പം അതിലൊരു അന്താളിപ്പ് ബാധിച്ചാൽ ഈ പറയുന്ന അറിവൊക്കെ നഷ്ടമാകുന്നത്. അപ്പോൾ എന്തെങ്കിലും അബദ്ധം ചെയ്യും. പിന്നെ അതിൻ്റെ പരിണതഫലം അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ള ബോധമൊക്കെ, ആത്മബോധമുള്ളവർക്ക് ദൈവാധീനം കൊണ്ട് പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നത്. അതും ഭക്തിയുടെ ഒരു പ്രഭാവത്തിൻ്റെ ഫലമാണ്. അതായത് കുറച്ച് ഭക്തിയും ഭാവവും അന്ധകരണ ശുദ്ധിയൊക്കെ വന്നവരാണെങ്കിൽ എന്തെങ്കിലും അബദ്ധം ചെയ്താലും പെട്ടെന്ന് തന്നെ അവർക്ക് ബോധമുണ്ടാകുന്നർത്ഥം. അതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ ഗുണം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.